അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. പക്ഷെ എന്നാലും അവരെ ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോയി അതിന് ഒരു സ്റ്റേജ് കയറ്റി നിർത്തി അവിടെ നിർത്തി അപമാനിച്ചു. വളരെ മോശമായി. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ്. എന്നിട്ട് ആൾക്കാർക്ക് ഒരുമാതിരി എന്ത് വേണോ പറഞ്ഞോ എന്നുള്ള നിലയ്ക്ക് ഇട്ടുകൊടുത്തു. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം ഇല്ലാതെ കുത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത് ഒരു കോമഡി വസ്തുവാക്കി ഇട്ടുകൊടുത്തു. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? അതിപ്പോ കുന്തി ദേവി എന്ന് ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ് പറയുണ്ടായി. ഇതില് ഞങ്ങള് മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. അത് ഞാൻ ചോദിക്കുന്നത് മഹാഭാരതത്തിൽ എവിടെയാണെന്ന് കുന്തിയെ സാങ്കല്പിക കഥാപാത്രത്തെയാണ് അദ്ദേഹം പിന്നീട് പിടിവള്ളിയായി അദ്ദേഹം ന്യായീകരണ ഉപാധിയായി സ്വീകരിച്ചതും. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. ഹണി റോസ് ടെലിഫോൺ ലൈനിലുണ്ട്. പ്രതികരണം എന്താണ്? ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന, എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു. അത് ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. അത് നീ വിഷമിക്കാതിരി. പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. താൻ ഉപയോഗിച്ച വാക്ക് അതൊരു പുരാണത്തിലെ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ്. അത് അതിനെ വ്യാഖ്യാനിച്ച രീതിയാണ് തെറ്റിപ്പോയത്. അതിന്റെ താഴെ വന്ന സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെയാണ് പ്രശ്നമായത് എന്നൊക്കെയാണ്. ഇതെല്ലാം കൂടി അതല്ല, അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് നിന്ന ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല, ഒരു വിവരം കെട്ട പണ്ട റാസ്കലല്ലേ താൻ. ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട്, എനിക്ക് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്, എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത്. അല്ല, ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിത്ത പോലെ സ്വയം വരുത്തി വെച്ചല്ലേ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.